ഇന്ത്യയുടെ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ധൂർ ഏൽപ്പിച്ച ആഘാതത്തിന് പിന്നാലെ ചൈനയുടെ സഹായത്തോടു കൂടി തന്നെ പാകിസ്ഥാന്റെ പുതിയ ബഹിരാകാശ നീക്കങ്ങൾ പുറത്തായി. ഭാരത അതിർത്തിയിലെ സൈനിക പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് കഴിഞ്ഞ 16 മാസത്തിനിടെ തന്നെ പാകിസ്ഥാൻ വൻതോതിൽ ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് എത്തിച്ചെന്നതാണ് പ്രതിരോധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 6 പതിറ്റാണ്ടിലേറെയായി തന്നെ കാര്യമായ പുരോഗതി കൈവരിക്കാതിരുന്ന പാകിസ്ഥാന്റെ ബഹിരാകാശ ഏജൻസിയായ സൂപ്പർകോ 2025 ജനുവരി മുതൽ 2026 ഏപ്രിൽ വരെയുള്ള കാലയളവിൽ അവിടെ വലിയ രീതിയിൽ അതായത് 6 ഡസനോളം ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ പദ്ധതിക്ക് പിന്നിൽ ചൈനയുടെ സാങ്കേതിക പിന്തുണയും സാമ്പത്തിക സഹായവും നിർണായകമാണ് എന്നതാണ് വിലയിരുത്തൽ. ഭാരതത്തിന്റെ അതിർത്തി മേഖലകളിലെ സൈനിക നീക്കങ്ങൾ, തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ, പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ നിരീക്ഷിക്കുകയാണ് എന്ന ലക്ഷ്യത്തോടെയാണ് ഉപഗ്രഹങ്ങൾ വിന്യസിപ്പിച്ചിരിക്കുന്നത് എന്നതാണ് വിവരം. അതേപോലെ തന്നെ ഹൈ റെസല്യൂഷൻ ഇമേജിംഗ് സംവിധാനങ്ങൾ, ഹൈപ്പർ സ്പെക്ട്രൽ സെൻസറുകൾ, അത്യാധുനിക റിമോട്ട് സെൻസറിംഗ് സാങ്കേതിക വിദ്യകൾ എന്നിവ ഈ ഉപഗ്രഹങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് റിപ്പോർട്ട്. അതേപോലെ തന്നെ ഭാരതത്തിന്റെ വളർച്ചയും സുരക്ഷാ താല്പര്യങ്ങളെയും ലക്ഷ്യമിട്ടുകൊണ്ട് ചൈനയും പാകിസ്ഥാനും ചേർന്ന് നടത്തുന്ന ഈ നീക്കത്തെ ദേശീയ സുരക്ഷയുടെ പശ്ചാത്തലത്തിൽ അതീവ ഗൗരവത്തോടെയാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇന്ത്യൻ അതിർത്തികളിൽ നിരീക്ഷണ ശേഷി വർദ്ധിപ്പിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങളും ചൈനയുടെ പിന്തുണയ്ക്കുമെതിരെ തന്നെ സുരക്ഷാ ഏജൻസികൾ ജാഗ്രത ശക്തമാക്കിയിരിക്കുകയാണ്. 1961 രൂപീകൃതമായിട്ടും കഴിഞ്ഞ 6 പതിറ്റാണ്ടിലേറെയായി തന്നെ ഫണ്ട് ഇല്ലാതെയും കൃത്യമായ ലക്ഷ്യങ്ങളിൽ എത്തുകയും അവിടെ നിശ്ചലാവസ്ഥയിലായിരുന്ന പാകിസ്ഥാന്റെ ബഹിരാകാശ ഏജൻസിയായ സൂപ്പർകോ 2025 ജനുവരി മുതൽ 2026 ഏപ്രിൽ വരെയുള്ള വെറും 16 മാസത്തിനുള്ളിലാണ് അവിടെ വലിയ രീതിയിൽ അതായത് 6 ഡസനോളം ഉപഗ്രഹങ്ങൾ അവിടെ വിക്ഷേപിച്ചിരിക്കുന്നത്. 60 വർഷം കൊണ്ട് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാൻ പാകിസ്ഥാന് ചൈന കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം കോടിക്കണക്കിന് രൂപയാണ് ഒഴുക്കിയതെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. ഭാരതത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിലെ സൈനിക നീക്കങ്ങൾ, തന്ത്രപരമായ ആ ഒരു നിർമ്മാണങ്ങൾ, പ്രതിരോധ കോട്ടകൾ എന്നിവ കൃത്യമായി തന്നെ നിരീക്ഷിക്കുക എന്നത് മാത്രമാണ് ചൈനീസ് സഹായത്തോടു കൂടി തന്നെ വിക്ഷേപിച്ച ഈ പാക് ഉപഗ്രഹങ്ങളുടെ ഏറ്റവും ലക്ഷ്യമായി തന്നെ പറയുന്നത്. ഇതിനായി തന്നെ പകൽ സമയത്ത് തീവ്ര ദൃശ്യങ്ങൾ പകർത്താൻ ശേഷിയുള്ള ഹൈ റെസല്യൂഷൻ ഇമേജിംഗ്, ഭൂമിയിലെ വസ്തുക്കളുടെ കൃത്യമായ രഹസ്യ ഘടന തിരിച്ചറിയാൻ സഹായിക്കുന്ന ചില സെൻസറുകൾ ഇവിടെ തുടർച്ചയായി തന്നെ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ വിവരങ്ങൾ കൈമാറാൻ ശേഷിയുള്ള അഡ്വാൻസ്ഡ് റിമോട്ട് സെൻസറിംഗ് സാങ്കേതിക വിദ്യ എന്നിവ ഈ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് മറ്റൊരു വിലയിരുത്തൽ. എന്നാൽ അവിടെ ഭാരതാംബയുടെ പരമാധികാരത്തിന് നേരെ ഉയരുന്ന ഇത്തരം ഏതൊരു ഭീഷണിയും അതവിടെ നിന്നും തുടച്ചു നീക്കാൻ ഇന്ത്യൻ സായുധ സേന പരിപൂർണ സജ്ജമായി തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ ഭാരതം കൈവരിച്ച ഉപഗ്രഹ വിരുദ്ധ മിസൈൽ സാങ്കേതിക വിദ്യയും സ്വന്തം ചാര ഉപഗ്രഹ ശൃംഖലയും പാകിസ്ഥാന്റെയും ചൈനയുടെയും ഏതൊരു ചരടുവലികളെയും നിഷ്പ്രഭമാക്കാൻ അതിന് കഴിയുന്നതാണ് എന്നതാണ് മറ്റൊരു റിപ്പോർട്ടായി തന്നെ ഇവിടെ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.